ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഫേസ് യുവർ എക്സാംസ്. ഈ വീഡിയോയിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ 4th മൊഡ്യൂൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 4th മൊഡ്യൂൾ ഈസ് അബൌട്ട് ഇമെയിൽ മാർക്കറ്റിംഗ്. സോ അതിൻ്റെ ഫസ്റ്റ് പാർട്ടായ ഇമെയിൽ എന്താണ്, അതിൻ്റെ മീനിങ്, ദെൻ ടൈപ്സ് ഓഫ് ഇമെയിൽ ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ഇമെയിൽ, ഈ ഏരിയ ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ ഇമെയിലിൻ്റെ മീനിങ് നോക്കാം. ഇമെയിൽ ഇസ് എ ഷോർട്ട് ഫോം ഫോർ ഇലക്ട്രോണിക് മെയിൽ. ഇലക്ട്രോണിക് മെയിൽ എന്ന ഒരു വേർഡിൻ്റെ ഷോർട്ട് ഫോമാണ് ഇമെയിൽ. ഇറ്റ് ഈസ് എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് യൂസസ് ഇലക്ട്രോണിക് ഡിവൈസസ് ടു സെൻഡ് ആൻഡ് റിസീവ് മെസ്സേജസ് ഓവർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ദാറ്റ് ഈസ് ഇലക്ട്രോണിക്കലി മെസ്സേജസ് ട്രാൻസാക്ഷൻ നടത്താൻ അല്ലെങ്കിൽ മെസ്സേജസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മീഡിയമാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇമെയിൽ റെഫേഴ്സ് ടു ദ മെസ്സേജിംഗ് സിസ്റ്റം ആൻഡ് ദ എക്സ്ചേഞ്ച് ഓഫ് പേഴ്സണൽ മെസ്സേജസ്. ഒരു മെസ്സേജിംഗ് സിസ്റ്റമാണ് ഇമെയിൽ. ആൻഡ് ഇമെയിൽ ഇലക്ട്രോണിക് ഡിവൈസസിലൂടെയാണ്, മെയിൻലി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിലൂടെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ടൈപ്സ് ഓഫ് ഇമെയിലാണ്. അതിൽ ഫസ്റ്റ് വൺ ട്രാൻസാക്ഷണൽ ഇമെയിൽ. ട്രാൻസാക്ഷണൽ ഇമെയിൽ എന്ന് പറയുന്നത് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട്, ദാറ്റ് ഈസ് ഇമെയിൽസ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ടു സെൽ പ്രൊഡക്ട്സ് ഓർ സർവീസസ്. പ്രൊഡക്ട്സോ സർവീസസോ വിൽക്കാനോ വാങ്ങാനോ ഒക്കെ വേണ്ടിയിട്ട് ഇമെയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനെയാണ് ട്രാൻസാക്ഷണൽ ഇമെയിൽ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് മാർക്കറ്റിംഗ് ഇമെയിൽ. These are designed to promote products or services and aim is to engage recipients by purchasing, subscribing or visiting websites. That is, മാർക്കറ്റിംഗ് ഇമെയിൽസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസിനെ പ്രൊമോട്ട് ചെയ്യാൻ, മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇമെയിൽസാണ് മാർക്കറ്റിംഗ് ഇമെയിൽസ് എന്ന് പറയുന്നത്. അത് മെയിനായിട്ടും അതിൻ്റെ റെസിപ്പിയൻസിനെ, ദാറ്റ് ഈസ് ആർക്കാണോ മെയിൽ കിട്ടുന്നത് അവർ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശം. ദെൻ തേർഡ് കാറ്റഗറിയാണ് ന്യൂസ് ലെറ്റേഴ്സ്. ന്യൂസ് ലെറ്റേഴ്സ് നമുക്കറിയാം, റെഗുലർ കസ്റ്റമേഴ്സിന് ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ന്യൂസ് അപ്ഡേറ്റ്സ് കൊടുക്കുന്നതാണ് ന്യൂസ് ലെറ്റേഴ്സ്. ന്യൂസ് ലെറ്റേഴ്സ് പ്രൊവൈഡ്സ് അപ്ഡേറ്റ്സ്, ഇൻഡസ്ട്രി ഇൻസൈറ്റ്സ് ആൻഡ് പ്രൊമോഷൻസ്. നെക്സ്റ്റ് വൺ ആണ് ഓപ്പറേഷണൽ ഇമെയിൽ. ഓപ്പറേഷണൽ ഇമെയിൽസ് ക്യാൻ ഇൻക്ലൂഡ് നോട്ടിഫിക്കേഷൻ റിലവൻറ്റ് ടു കസ്റ്റമർ ഇൻട്രാക്ഷൻസ്, എൻഷുറിങ് സ്മൂത്ത് കസ്റ്റമർ എക്സ്പീരിയൻസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. സോ കസ്റ്റമേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ യൂസ് ചെയ്യുന്നതാണ് ഓപ്പറേഷണൽ ഇമെയിൽസ് എന്ന് പറയുന്നത്. സോ കസ്റ്റമേഴ്സിന് ഇപ്പോൾ അവരൊരു ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കുക, അല്ലെങ്കിൽ പ്രൊഡക്ട്സ് എവിടം വരെ എത്തി എന്നുള്ള അപ്ഡേറ്റ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ഓപ്പറേഷണൽ ഇമെയിൽസ്. നെക്സ്റ്റ് വൺ ഈസ് മീറ്റിംഗ് ഇൻവിറ്റേഷൻസ്. These emails encourage interactions by inviting customers to webinars, workshops and other events. അതായത് കമ്പനിയുടെ ഓരോ ഈവൻറ്റ്സ്, ഓൺലൈനായിട്ടുള്ള ഈവൻറ്റ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഇമെയിലുകളാണ് മീറ്റിംഗ് ഇൻവിറ്റേഷൻസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അബാൻഡൻഡ് കാർട്ട് ഇമെയിൽസ്. ദാറ്റ് ഈസ് നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ വെബ്സൈറ്റിൽ കയറി നമ്മൾ ആ പ്രൊഡക്റ്റ് കാർട്ട് ചെയ്ത് വെച്ചു, പക്ഷേ അത് പർച്ചേസ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവർ ഇമെയിൽ അയച്ചുകൊണ്ടിരിക്കും. സോ അതാണ് കാർട്ട് ഇമെയിൽസ്. Then re-engagement emails. These passive customer emails aim to rekindle interest and re-establish contact. That is, ഓൾറെഡി പണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പണ്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്ന കസ്റ്റമർ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് അവർ പർച്ചേസ് ചെയ്യാതെ ഒരു ഗ്യാപ്പ് ഇടുന്നുണ്ടെങ്കിൽ അവർ വീണ്ടും എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അയക്കുന്ന മെസ്സേജുകളാണ് അല്ലെങ്കിൽ മെയിലുകളാണ് റീ എൻഗേജ്മെൻറ്റ് ഇമെയിൽസ് എന്ന് പറയുന്നത്. ദെൻ സോഷ്യൽ പ്രൂഫ് ഇമെയിൽസ്. ദാറ്റ് ഈസ് റിവ്യൂസ്, കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നല്ല നല്ല റിവ്യൂസ്, ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ക്രെഡിബിലിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇമെയിൽസിനാണ് സോഷ്യൽ പ്രൂഫ് ഇമെയിൽസ് എന്ന് പറയുന്നത്. ദെൻ ഹോളിഡേ ഓർ സീസണൽ ഇമെയിൽസ്. ദാറ്റ് ഈസ് സീസണൽ ഈവൻറ്റ്സ് ടു ഡ്രൈവ് സെയിൽസ് ആൻഡ് എൻഗേജ്മെൻറ്റ് വിത്ത് തീംഡ് പ്രൊമോഷൻസ്. ദാറ്റ് ഈസ് ഏതെങ്കിലും സീസണൽ ടൈമിൽ പ്രൊമോഷൻ, ദാറ്റ് ഈസ് കുറേ ഓഫറുകളൊക്കെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിനെ അറിയിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇമെയിൽസാണ് ഹോളിഡേ ഓർ സീസണൽ ഇമെയിൽസ്. ദെൻ ഫീഡ്ബാക്ക് ഇമെയിൽ ഈ സീക്കിങ് കസ്റ്റമർ ഫീഡ്ബാക്ക്. കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സാണ് അല്ലെങ്കിൽ സർവീസ് അവൈൽ ചെയ്ത കസ്റ്റമർ ആണെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് ചോദിച്ചുകൊണ്ടുള്ള ഇമെയിലാണ് ഫീഡ്ബാക്ക് ഇമെയിൽ. ആൻഡ് പ്രൊഡക്റ്റ് അഡ്വൈസ് ഇമെയിൽ. ദാറ്റ് ഈസ് കസ്റ്റമേഴ്സിനോട് വാല്യുബിൾ അഡ്വൈസസ് ചോദിക്കുക. സോ അവർക്ക് പ്രൊഡക്റ്റിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണമെങ്കിൽ അങ്ങനെ ചോദിച്ചുകൊണ്ടുള്ള ഇമെയിലിനെയാണ് പ്രൊഡക്റ്റ് അഡ്വൈസ് ഇമെയിൽ എന്ന് പറയുന്നത്. സോ ദീസ് ആർ വേരിയസ് ടൈപ്സ് ഓഫ് ഇമെയിൽസ്. ഇമെയിൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്സ് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് എഴുതേണ്ടത്. ദെൻ നെക്സ്റ്റ് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് ഇമെയിൽ. ഇമെയിലിൻ്റെ അഡ്വാൻറ്റേജ്. ഇമെയിൽ കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്പീഡ് ആൻഡ് എഫിഷ്യൻസി. ഈസി കമ്മ്യൂണിക്കേഷൻ. എത്ര ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാളുമായിട്ടാണെങ്കിലും ത്രൂ നെറ്റ്വർക്ക് നമുക്ക് ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്. നമ്മൾ പോസ്റ്റലി അയക്കുന്ന ഒരു ലെറ്റർ അയക്കുന്നതിനേക്കാൾ അപേക്ഷിച്ച്
കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ദെൻ ആക്സസിബിലിറ്റി, ഈസിലി ആക്സസിബിൾ ആണ്, ആർക്ക് വേണമെങ്കിലും ആക്സസിബിൾ ആണ്. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലും മൊബൈലും ഇൻ്റർനെറ്റും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇമെയിൽസൊക്കെ എല്ലാവർക്കും ആക്സസിബിൾ ആണ്. ദെൻ റെക്കോർഡ് കീപ്പിംഗ്, സോ നമ്മൾ വൺസ് ഒരു ഇമെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡിക്കലായിട്ട് അവിടെ കെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അതൊരിക്കലും നമ്മൾ ഡിലീറ്റ് ചെയ്താൽ പോലും അത് ഡിലീറ്റഡ് ആവുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു റെക്കോർഡ് അവൈലബിൾ ആയിരിക്കും എനി ടൈം. ദെൻ മാസ് കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ റെസിപ്പിയൻസിന്, അതായത് ഒന്നിലധികം ആൾക്കാർക്ക് ഒരേ സമയം ഒരേ മെസ്സേജസ് അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. സോ മാർക്കറ്റിങ്ങിനൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം അതാണ്. ഇൻഡിവിജ്വലി മെസ്സേജ് അയക്കുന്നതിനെക്കാട്ടിലും ഒരു മാസ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് അറ്റ് എ ടൈം ഒന്നിച്ച് ഇമെയിൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ദീസ് ആർ സം ഓഫ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇമെയിൽസ്. സോ ഇത്ര കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട്, എന്താണ് ഇമെയിൽ, വേരിയസ് ടൈപ്സ് ഓഫ് ഇമെയിൽ ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ഇമെയിൽ. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്